ക്ക് ശേഷം കാലവർഷം ശക്തമാകുമ്പോൾ സംസ്ഥാനത്ത് വലിയ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മധ്യകേരളത്തിൽ പലയിടങ്ങളിലും അതിശക്തമായ മഴ വലിയ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചു. പ്രത്യേകിച്ച് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ആണ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. നിരവധി പേർ മരണപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം എന്നതുകൂടിയാണ് ചേർത്ത് വെക്കേണ്ടതായി വരുന്നത്. പ്രത്യേകിച്ച് നേരത്തെ പൂഞ്ഞാർ തെക്കേക്കര പയ്യാനിത്തോട്ടത്തിൽ മണപ്പാട് വീട്ടിൽ ജോസഫിൻ ജോണി എന്ന 24-കാരൻ്റെ മരണം സംഭവിച്ചിരുന്നു. അതിനുശേഷം മാതാവ് റെജീനയുടെയും മൃതദേഹം ലഭിച്ച പശ്ചാത്തലമുണ്ടാകുന്നു. ഇങ്ങനെ മരണസംഖ്യയും ഉയരുന്ന സാഹചര്യം ആണ് ഉള്ളത്. റാന്നിയിൽ വെള്ളക്കെട്ടിലകപ്പെട്ടവരെ ഡിങ്കി വള്ളങ്ങളിൽ ആണ് രക്ഷാപ്രവർത്തകർ വിവിധ സ്ഥാനങ്ങളിലേക്ക് ഉൾപ്പെടെ നീക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംസ്ഥാനത്ത് ഈ മഴക്കെടുതിയിൽ പെട്ടുപോയവരെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുന്നു. റാന്നിയിലെ നഗരപ്രദേശത്ത് വെള്ളക്കെട്ട് വലിയ തോതിലുള്ള ദുരിതം ആണ് വിധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. കടകമ്പോളങ്ങൾ എല്ലാം തന്നെ വെള്ളത്തിനടിയിലായിരിക്കുന്ന സാഹചര്യം. ഗതാഗതം താറുമാറായ പശ്ചാത്തലം ആണ് ഉള്ളത്. അതേസമയം തന്നെ നദികൾ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യം ആണ് ഉള്ളത്. പലയിടത്തും റോഡുകളിലേക്കും കരഭാഗങ്ങളിലേക്കുമൊക്കെ ഈ നദികൾ കരകവിഞ്ഞതോടുകൂടി അത്തരത്തിലുള്ള പ്രതിസന്ധിയും രൂക്ഷമാണ്. ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ആണ് ചേരുന്നത്. ശശിനാരായണൻ, പല ആളുകളും കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പല കെട്ടിടങ്ങളുടെയും ആദ്യത്തെ നിലയൊക്കെ പൂർണ്ണമായും വെള്ളത്തിനടിയിലായ സാഹചര്യം ആണ് ഉള്ളത്. എങ്ങനെയാണ് ഈ ആളുകളെ സുരക്ഷിത ഇടങ്ങളിലേക്ക്, ക്യാമ്പുകളിലേക്കൊക്കെ മാറ്റുന്നത്? അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ വലിയ രീതിയിൽ പല സ്ഥലങ്ങളിൽ, അതായത് റാന്നിയിലും ആറന്മുളയിലുമാണ് ഏറെ ദുരിതമുള്ളത്. കാരണം വെള്ളം കയറിയതോടുകൂടി തന്നെ പല കടകളും വീടുകളിലും വെള്ളം കയറിയതോടെ ആളുകളെ രക്ഷപ്പെടുത്താൻ കൂടുതൽ സൗകര്യങ്ങൾ വേണമെന്നാവശ്യപ്പെട്ട് റാന്നി എം എൽ എ അഡ്വക്കേറ്റ് പഴകുളം മധുവും അതുപോലെ തന്നെ ആറന്മുള എം എൽ എ അതിൻ ബർക്കിയും ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡിങ്കി ബോട്ടുകളും അതുപോലെ തന്നെ കുട്ടവഞ്ചികളും കൊണ്ടുവന്നിട്ട് അവിടെ നിന്നും ആളുകളെ, വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ ഈ കുട്ടവഞ്ചിയിൽ കയറ്റി സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിക്കുന്ന നടപടിയിലേക്ക് പോയിട്ടുള്ളത്. അതുപോലെ ഡിങ്കി ബോട്ടുകളിലും ആളുകളെ മാറ്റി ക്യാമ്പുകളിലേക്ക് മാറ്റുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മഴയ്ക്ക് അല്പം ശമനമുണ്ട്. അതേസമയം ഈ മലയോര മേഖല, കിഴക്കൻ മലയോര മേഖലയിൽ മഴ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വെള്ളം ഇനി ഉയരാൻ സാധ്യതയുണ്ട്. ഈ വെള്ളം ഒഴുകിയെത്തുമ്പോഴാണ് സ്വാഭാവികമായും പമ്പാ നദിയിലും അച്ചൻകോല നദിയിലുമൊക്കെ വെള്ളം വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആളുകൾ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ വീടുകളിലൊക്കെ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. ഇന്നലെ തന്നെ ഇത് സംബന്ധിച്ചൊരു മുന്നറിയിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ആളുകൾ പൂർണ്ണമായും അതിന് സജ്ജരായിരുന്നു. ഈ നിലവിലത്തെ സാഹചര്യത്തിൽ രാത്രിയിൽ വെള്ളം കയറിയ പ്രദേശങ്ങളിലൊക്കെ രാത്രിയിൽ തന്നെ ആളുകളെ മാറ്റുന്നതിനുള്ള നടപടികളും ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ കുട്ടവഞ്ചി ആവശ്യപ്പെട്ടതിന്റെ പ്രകാരം കുട്ടവഞ്ചി കൊണ്ടുവന്നതിന് ശേഷം അവിടെ ആളുകളെ, ആറന്മുളയിൽ നിന്നും ആളുകളെ, താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയ സ്ഥലത്തു നിന്നും ആളുകളെ മാറ്റുന്ന സുരക്ഷിതനിലേക്ക് മാറ്റുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ റാന്നിയിലും സമാനമായ അവസ്ഥയാണുള്ളത്. കാരണം പൂർണ്ണമായും റാന്നി മുങ്ങിയ അവസ്ഥയാണ്. ടൗൺ പൂർണ്ണമായും വെള്ളത്തിനടിയിലായ ഒരു സാഹചര്യമുണ്ട്. കടകമ്പോളങ്ങൾ പൂർണ്ണമായും വെള്ളം കയറിയ സാഹചര്യമാണ്. അതുകൊണ്ട് വ്യാപകമായ നാശനഷ്ടം റാന്നിയിലും ആറന്മുളയിലും കോന്നിയിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഉരുൾപൊട്ടൽ ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യില്ല. പക്ഷേ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സമാനമായ രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അവിടങ്ങളിൽ ആളതാമസമില്ലാത്തതുകൊണ്ടാണ് ആളപായം ഉണ്ടാകുന്നത്. അത് തന്നെ വലിയ ഒരു ഭാഗ്യമായി കരുതേണ്ടിയിരിക്കുന്നു. എന്തായാലും നേരത്തെ ഇത്തരം ഒരു ദുരന്ത സൂചന ലഭിച്ചതിന്റെ ഭാഗമായിട്ട് ആളുകളെല്ലാം പല സ്ഥലത്തും സുരക്ഷിത മാറി താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മറ്റ് അപകടങ്ങളൊന്നും തന്നെ ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. നിലവിൽ ഈ ആളുകളെ രക്ഷപ്പെടുത്തി, അതായത് ഈ വെള്ളം കയറിയ വീടുകളിൽ നിന്നും ആളുകളെ ഡിങ്കി ബോട്ടുകളിലും അതുപോലെ കുട്ടവഞ്ചികളിലുമൊക്കെ ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്ന നടപടികളാണ് ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും പോലീസിന്റെയും ഒക്കെ സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മഴയ്ക്ക് അല്പം പത്തനംതിട്ടയിലെ ശമനമുണ്ട്. പക്ഷേ വരും മണിക്കൂറിൽ ഒരുപക്ഷെ മഴ പെയ്താൽ സ്ഥിതിഗതികൾ മാറാൻ സാധ്യതയുണ്ട്. 2018 ഈ പ്രളയത്തിന് സമാനമായ അതിതീവ്ര മഴയാണ് ഇന്നലെ രാത്രി മുതൽ ജില്ലയിൽ ലഭിക്കുന്നത്. ആ മഴയുടെ അടിസ്ഥാനത്തിലാണ് നദികളുടെ ജലനിരപ്പ് ഉയർന്നതോടുകൂടിയാണ് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായ സാഹചര്യമുണ്ട്. അത്തരത്തിൽ ആളുകളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. പല സ്ഥലങ്ങളിലും വൈദ്യുതി ബന്ധം ഇപ്പോഴും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇലക്ട്രിക് പോസ്റ്റുകൾ നിലംപതിച്ചിട്ടുണ്ട്. ഗതാഗതം പല സ്ഥലങ്ങളിൽ പൂർത്തീകരിക്കാൻ പൂർണ്ണമായി നടത്താൻ കഴിഞ്ഞിട്ടില്ല. കോന്നി വയക്കര എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്, വനത്തിനുള്ളിലാണ്. അവിടെ പൂർണ്ണമായും അച്ചൻകോലാറ്റിൽ വെള്ളം കയറിയതോടുകൂടി തന്നെ ആ ഗ്രാമം പൂർണ്ണമായും ഒറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. തൂമ്പാക്കുളത്ത്, കോന്നി തേക്കുതോട് തൂമ്പാക്കുളത്ത് ഇന്നലെ ഉരുൾപൊട്ടൽ സമാനമായ മലയിടിച്ചിലുണ്ടായി. നെല്ലിക്കപ്പാറയിലും അത്തരത്തിൽ മലയിടിച്ചിലുണ്ടായിട്ടുണ്ട്. അങ്ങനെ ചെറുതും വലുതുമായ വനമേഖലകളിൽ ചെറിയ ഉരുൾപൊട്ടൽ സമാനമായ ഈ മലയിടിച്ചിലുള്ളതുകൊണ്ട് തന്നെ അവിടുന്ന് ഈ പറയുന്ന വെള്ളം ഈ നദികളിൽ എത്തുന്നതാണ് ഇപ്പം ജലനിരപ്പ് ഉയരാൻ കാരണം. ആറന്മുളയിൽ, ഈ റാന്നിയിലെ വെള്ളം ഒഴുകിയെത്തുന്ന ആറന്മുളയിലാണ്. ആറന്മുളയിൽ ഇനിയും വെള്ളം
ഒരുപക്ഷെ ഉയരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആറന്മുള വള്ളസദ്യ നടക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം പള്ളിയോടങ്ങൾ പമ്പയാറ്റിലൂടെയാണ് ക്ഷേത്രത്തിന് അതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ചെങ്ങന്നൂരാണ് ഒരു ആശങ്ക നിൽക്കുന്നത്. ഇനി ഈ വെള്ളമൊഴുകി ചെങ്ങന്നൂർ പ്രദേശത്തേക്കാണ് എത്തേണ്ടത്. അതുകൊണ്ട് തന്നെ അവിടെയും ഒരു ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പ്രളയ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഒരു മുന്നറിയിപ്പ് എന്ന നിലയ്ക്കാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഇതുവരെ ജില്ലയിൽ ആളാദായോ മറ്റു അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ നാശനഷ്ടങ്ങൾ വ്യാപകമായി ഉണ്ടായിട്ടുണ്ട്. അത് വലിയ ഈ വ്യാപാരികളെ സംബന്ധിച്ചും അതുപോലെ തന്നെ വീട്ടുകാരെ സംബന്ധിച്ചൊക്കെ വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രളയം 2018 അതേപോലെ പ്രളയത്തിന് സമാനമായ രീതിയിലാണ് മഴ ഇന്നലെ രാത്രി മുതൽ പെയ്യുന്നത്. അല്പസമയം മാത്രമാണ് മഴയ്ക്ക് നേരിയ തോതിൽ പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ ഒരു കുറവുണ്ട്. പക്ഷെ ഈ നദികളുടെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കക്കാട്ടാറിന്റെയും മണിമലയാറിന്റെയും ഒക്കെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വനമേഖലയിലുള്ള പെയ്ത്താണ് ആ മഴ പെയ്തുകൊണ്ട് ആ വെള്ളം ഒഴുകി എത്തുന്നതാണ്. മണിക്കൂറുകളെടുക്കും താഴെ എത്താൻ. എത്തുന്നതോടുകൂടി തന്നെ ഈ നദികളുടെ ജലനിരപ്പ് ഉയർന്ന വലിയൊരു ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ കൂടുതൽ സഹായങ്ങൾ MLA-മാർ, അതായത് റാന്നിയിലെ MLA-യും അതുപോലെ തന്നെ ആറന്മുള MLA-യും കൂടുതൽ സഹായങ്ങൾ ആവശ്യപ്പെട്ട് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കാരണം വള്ളങ്ങള് ഒപ്പം ഈ കുട്ടവഞ്ചി അതുപോലുള്ള സൗകര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിനൊക്കെ സുരക്ഷിതമായി ഇത്തരം സംവിധാനം വേണമെന്ന് കൂടി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അഭിലാഷ്, പുലർച്ചെ 2 മണി മുതൽ ഏതാണ്ട് വെള്ളക്കെട്ടിനടിയിലാണ് റാന്നി എന്നതാണ്. ഇപ്പോഴും ആ സാഹചര്യം തന്നെയാണ് തുടരുന്നത്. ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇട്ടിയപ്പാറയിൽ ഉൾപ്പെടെ നിരവധി കുടുംബങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തകർ ഈ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണാം ടൗണിലെ കടകൾ ഏതാണ്ട് പൂർണ്ണമായും വെള്ളത്തിനടിയിൽ ആണ് എന്നതാണ്. ഒരു നില ഏതാണ്ട് വെള്ളത്തിനടിയിൽ പോകുന്ന സാഹചര്യമുണ്ട്. അവർക്ക് ഈ പലരും കടയടച്ച് പിന്നീട് വീട്ടിലേക്ക് പോന്നപ്പോഴൊന്നും ഇത്രയധികം വെള്ളം കയറുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വലിയ നാശനഷ്ടങ്ങളുണ്ട്. പക്ഷേ ഈ മണിക്കൂറുകളിൽ തീർച്ചയായും ആളുകൾക്ക് സുരക്ഷിതമായ ഇടം ഒരുക്കുക എന്നതിന് മാത്രമാണ് മുൻഗണന നൽകുന്നത്. മറ്റ് നാശനഷ്ടങ്ങളൊന്നും തന്നെ പരിഗണിക്കാൻ സാധിക്കില്ല. ഈ കടകളിൽ തന്നെ വസ്ത്രവ്യാപാരശാലകൾ ഒക്കെയുണ്ട്. അവിടുത്തെ വിൽപ്പന സാധനങ്ങൾക്കൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം എന്നതാണ്. നേരത്തെ ശശിനാരായണൻ തന്നെ സൂചിപ്പിച്ചതുപോലെ വനമേഖലകളിലും കനത്ത മഴയാണ് പെയ്തത് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. 300 മില്ലിമീറ്റർ മഴ വനമേഖലയിൽ ലഭിച്ചു എന്നതാണ് വിവരം. അതോടൊപ്പം തന്നെയാണ് നഗരപ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി എന്നത്. ഈ നഗരപ്രദേശങ്ങളിൽ കുടുങ്ങിപ്പോയവരെയാണ് ഡിങ്കി ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് കുട്ടവഞ്ചിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നത്. ഇനി കൂടുതൽ ഡിങ്കികളും അതോടൊപ്പം തന്നെ കൊല്ലത്ത് നിന്ന് വള്ളവും കൊണ്ടുവരും എന്നതാണ് വിവരം. അതോടൊപ്പം ശശിനാരായണൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, ആഘോഷത്തിൻ്റെ സമയം, ഉത്സവ സീസൺ ആണ്. ശബരിമലയിൽ നിറപുത്തരിക്ക് വന്ന പോലീസ് ഉദ്യോഗസ്ഥർ അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് സംഘങ്ങൾ എല്ലാം ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിൽ വ്യാപൃതരായിട്ടുണ്ട് എന്നതാണ്. കൂടുതൽ രക്ഷാപ്രവർത്തകർ സ്ഥലത്തേക്ക് എത്തിയേക്കും എന്ന സൂചനയുമുണ്ട്. റാന്നിയിലെ വെള്ളം മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്നതുമാണ് സാഹചര്യം. കോഴഞ്ചേരി, ചെറുകോൽപ്പുഴ, ആറന്മുള മേഖലകളിൽ ഇപ്പോൾ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് എന്നതാണ്. മഴ ഇനിയും തുടർന്നാൽ ഈ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാകും. പള്ളിയോടങ്ങളുടെ യാത്ര റദ്ദാക്കിയെന്ന വിവരം നേരത്തെ സൂചിപ്പിച്ചു. ആറന്മുള വള്ളസദ്യ ചടങ്ങുകൾ മാത്രമാക്കി മാറ്റിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശത്ത് നിന്ന് ജനങ്ങളെ മാറ്റുകയാണ്. വനമേഖലകളിലേക്കുള്ള യാത്രകൾക്ക്, വിനോദസഞ്ചാരികൾക്ക് അടക്കം കർശനമായ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പത്തനംതിട്ട റാന്നിയിൽ നിന്നുമുള്ള വിവരം. ഇനി കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.